അയോധ്യ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരത്തെ ഈ മുദ്രാവാക്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാശിയും മധുരയും ബാക്കി ഹേ എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂടി കടക്കുന്നു എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം അതിൻ്റെ മതേതരമായ അടിത്തറ തകർക്കുന്നത് ഒരു ഒരു പുരോഗമനപരമായ മുന്നോട്ട് പോക്കിന് ഗുണകരമാണോ? അല്ല സാർ, ഞാൻ പറയട്ടെ. നമ്മൾ പൊതുവേ എന്റെയൊക്കെ ഒരു യൗവനവും കൗമാരവും ഒക്കെ ഇപ്പോ നികേഷ് സാറേയും നമ്മുടെ അരുൺ സാറെ പോലെയുള്ള വാഗ്ദേവതയുടെ വീരഭടന്മാരുടെ കാഴ്ചകൾ കണ്ടാണ് ഞാനൊക്കെ വളർന്നത്. പക്ഷേ ഇപ്പൊ നികേഷ് സാറിന്റെ നാവിൽ നിന്നൊരു വികട സരസ്വതി വന്നു. ആ സരസ്വതി അദ്ദേഹം തന്നെ പറഞ്ഞു, പള്ളിക്ഷേത്രം, അതായത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ നികേഷ് സാർ? അങ്ങ് പറഞ്ഞതാണ് പള്ളിക്ഷേത്രം എന്ന രീതിയിലാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനർത്ഥം പള്ളിക്ഷേത്രം എന്നൊരു വാക്കേ ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ സാറൊന്ന് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ വാക്ക് എനിക്ക് പെട്ടെന്ന് പള്ളിക്ഷേത്രം എന്നുള്ള രീതിയിലാണ് അങ്ങ് പറഞ്ഞത്. അതൊന്ന് ഞാൻ പെട്ടെന്ന് എന്റെ പ്രശ്നമാണെന്ന് അറിയില്ല സാർ. ഓക്കെ, അപ്പോ ഇതിനകത്ത് പള്ളിക്ഷേത്രം എന്ന പ്രയോഗം എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്ത് ഉദ്ദേശിച്ചിരിക്കാം എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണോ അങ്ങ് പ്രയോഗിച്ചത്? അങ്ങനെ ഒരു വാദം എനിക്കില്ല. ASI എന്ന് പറയുന്ന നോക്കൂ, ASIയുടെ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെയും ASIയുടെ മാത്രം കാര്യങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അവർ. ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടുപിടുത്തം ഒരു കോടതിയും വെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു നിഗമനത്തിലെത്തിയിട്ടില്ല, വിധിന്യായം പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനതിനെ ആ നിലയിൽ കാണുന്നേ ഇല്ല. കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിച്ചു. അങ്ങനെ പറയില്ല സാർ. അല്ല, ഞാൻ പറയുന്നത് അല്ല, ജ്ഞാനവാദി വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതി പറഞ്ഞത് എന്താ? 93 വരെ അവിടെ ഹിന്ദു ആരാധന ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാനാണ് സാർ പറഞ്ഞത്. അല്ല, ആയിക്കോട്ടെ, നമ്മൾ കോടതി വിധിയൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു ഈഗിൾ വ്യൂവിലൂടെ ലോകം ഇന്ത്യയെ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ നിലയിൽ ASIയെയും കോടതിയെയും പോലും ദുരുപയോഗിക്കുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഇതിനപ്പുറത്തേക്ക് പോകാൻ 91 ആക്ട് പ്രകാരം അനുവദനീയമല്ല. അപ്പോൾ പിന്നെ എന്താ ലോകം നമ്മളെപ്പറ്റി മനസ്സിലാക്കാൻ പോകുന്നത്? എങ്ങനെ മനസ്സിലാക്കുക സാർ? ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചതല്ലേ സാർ? ഇവിടെ ഇസ്ലാമിന് പള്ളി പണിയാനും പാഴ്സിക്കും സിഖുകാരനും ഒക്കെ പള്ളി പണിയാൻ കൊടുത്തത്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ പള്ളി, ചില പരാമർശമൊക്കെ വാട്സപ്പിനകത്ത് കണ്ടു, പള്ളിപ്പറമ്പിലെ രാമൻ സാർ. ഈ പള്ളിപ്പറമ്പ് പണിയാൻ വേണ്ടി സ്ഥലം കൊടുത്തത് ആരാ? ഇവിടുത്തെ ഹിന്ദു സമൂഹമല്ലേ, ഭൂരിപക്ഷ സമുദായമല്ലേ? നിങ്ങൾ ഈ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ മസ്ജിദുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ സാർ നിങ്ങൾക്ക് ഇപ്പോഴും ദേവി വിഗ്രഹങ്ങളൊക്കെ കാണാൻ സാധിക്കും. അവിടെയൊന്നും പോയിട്ട് ഞങ്ങൾ ഇത് വീണ്ടും തിരിച്ച് അമ്പലമാക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. പള്ളി പൊളിച്ച് കുഴിച്ച് അമ്പലം ഉണ്ടാക്കി, അമ്പലം കുഴിച്ചു നോക്കുമ്പോ ഈ ബുദ്ധന്റെ ആരാധനാലയങ്ങളാണ് കാണുന്നതെങ്കിൽ അപ്പോഴും ഈ വാദം നിൽക്കുമോ നിങ്ങളുടെ? അല്ല സാർ, എങ്ങനെയാ? ബുദ്ധനെ ഞങ്ങൾ അങ്ങനെ ഹിന്ദുമതത്തിന്റെ അപ്പുറത്തുള്ള ഒരാളായിട്ട് കാണുന്നില്ല സാർ. ബുദ്ധൻ ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ. മനസ്സിലായില്ല, ബുദ്ധൻ ഹിന്ദു ആയിരുന്നോ? ബുദ്ധൻ സാർ ഹിന്ദു അല്ലായിരുന്നോ? പിന്നെന്തിനാണ് അംബേദ്കർ മതം മാറിയത്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഹിന്ദുമതത്തിലെ ഏതെങ്കിലും ആചാരപരമായ വ്യത്യസ്തത കൊണ്ട് അല്പം മാറിപ്പോയി എന്നല്ലാതെ ഹിന്ദുമതത്തിന്റെ അവാന്തര വിഭാഗം ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രം പറയാമോ പ്രിന്റു? ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അജന്ത എല്ലോറ ക്ഷേത്രം സാർ, ക്ഷേത്രമാണോ? മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് ശിവനെയും വിഷ്ണുവിനെയും ബുദ്ധനെയും ഒരുമിച്ച് കാണാൻ സാധിക്കും സാർ. എന്താണ് ബുദ്ധന്റെ ആചാരം, വഴിപാട്? ഏത് തന്ത്രവിധിയിലാണ് ബുദ്ധൻ വരുന്നത്? അല്ല, ബുദ്ധന് പലതരം ആചാരം. ടിബറ്റൻ ആചാരമുണ്ട് സാർ, താന്ത്രിക ആചാരമുണ്ട്, ലാമ ആചാരമുണ്ട്. താന്ത്രിക വിധി പ്രകാരമാണോ ബുദ്ധനെ പൂജ ചെയ്യുന്നത്? അല്ല, താന്ത്രിക് അത് ടിബറ്റൻ രീതി താന്ത്രികമാണ് സാർ. അതെ, ഹിന്ദുവിന്റെ തന്ത്രവിദ്യ അനുസരിച്ചാണ് ബുദ്ധനെയും പൂജ ചെയ്യുന്നത്. അല്ല, അങ്ങനെ പറയല്ല സാർ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത് സാർ. അവിടെ ബുദ്ധന് പൂജ ബുദ്ധന്റെ വിഹാരമാണ്. അത് താന്ത്രിക വിദ്യ പ്രകാരം പ്രതിഷ്ഠ ആർജിച്ചതുമല്ല. അത് അജന്തയിലും എല്ലോറയിലും ഒക്കെ ബുദ്ധവിഹാരങ്ങളായിരുന്ന കേന്ദ്രങ്ങളാണ്. താങ്കൾക്ക് അറിയാവുന്നതുപോലെ തന്നെ. ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. You are watching Reporter Evening Show.